ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ ആ മനോഹരമായ കാനനപാതയിലൂടെ അവസാനം ഞാൻ ബോധിമേട് എന്ന മനോഹര ഗ്രാമത്തിലെത്തിച്ചേർന്നു. വീണ്ടും 1 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച് ഞാൻ ബോധിമേട് വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നുകൊണ്ട് തേനി എന്ന ജില്ലയുടെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ സാധിക്കും. അതിരാവിലെ ഇവിടെ എത്തിച്ചേരുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു സൺറൈസും ക്ലൗഡ് ബെഡും നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ഞാൻ കണ്ട അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു ഇത്. അവിടുത്തെ ആ മനോഹര കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച ശേഷം ഗ്യാപ്പ് റോഡ് വഴിയെ ഞാൻ ആനയിറങ്ങൽ വ്യൂ പോയിന്റിലേക്ക് തിരിച്ചു. ഗ്യാപ്പ് റോഡെ സഞ്ചരിക്കുമ്പോൾ തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മലനിരകളും ആഴമേറിയ തേയിലത്തോപ്പുകളുടെ താഴ്വരകളും ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ മനോഹരമാക്കുന്നു. ആനയിറങ്ങൽ വ്യൂ പോയിന്റ് മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു രത്നം പോലെ വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ഒരു ജലാശയം. ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. പ്രകൃതിയുടെ നിശബ്ദതയും തണുത്ത കാറ്റും ആനയിറങ്ങൽ വ്യൂ പോയിന്റിനെ ശാന്തമായ ഒരിടമാക്കി മാറ്റുന്നു. മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ കൂട്ടുകാരോടൊപ്പം ഒരു വിനോദയാത്ര പോലും പോകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ അന്ന് പോകാൻ കഴിയാതിരുന്ന യാത്രകളിലൂടെയൊക്കെയാവാം ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആനയിറങ്ങൽ ഡാമിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റ.